ആരും തന്നെ ലോസസിനെ മൈൻഡ് ചെയ്യാറില്ല. എപ്പോഴും പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാൽ പോലും കൂടുതൽ കാണാൻ പറ്റുക പ്രോഫിറ്റുകളുടെ സ്ക്രീൻഷോട്ട്സാണ്. ലോസസ് ആരും കാണിക്കില്ല. അപ്പോൾ ലോസും ഇതിട്ട് സംഭവിക്കും. ലോസ് നമുക്ക് ഒഴിവാക്കാനാകാത്തൊരു സാധനമാണ് ട്രേഡിങ്ങിൽ എന്നുള്ള ആ റിയാലിറ്റി മനസ്സിലാക്കുക, അതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കാം. അങ്ങനെ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ പതുക്കെ പ്രോഫിറ്റ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലോസ് വരുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു ട്രേഡ് എടുത്തു, അവിടെ ലോസായാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ലോസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റും പോസിബിളാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് ഇടാം. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മൾ നല്ലൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ, അതിപ്പോൾ കാര്യങ്ങൾ പഠിക്കാനായാലും നമ്മുടെ മൈൻഡ് സെറ്റിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായാലും നമ്മൾ നല്ലൊരു എഫേർട്ട് അതിന് വേണ്ടി ഇട്ടാൽ തന്നെ നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റബിൾ ആകുക എന്നുള്ളൊരു ഗോളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. സമയമെടുക്കും, ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമൊന്നുമല്ല. സോ സമയം എടുത്ത് തന്നെയാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ളൊരു ഗോളിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ.